ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് രണ്ട് പൈൽ എടുക്കാം നമുക്ക്. ഓക്കെ, ഗൈഡൻസ് മെസ്സേജിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്ന നിങ്ങളുടെ എനർജി, ഇന്നത്തെ നിങ്ങളുടെ എനർജി. ഇത് ടാരോ ആണ്, പ്ലസ് ഇതിൽ അഡ്വൈസും ഉണ്ട്. സോ നമുക്ക് ഈ കാർഡ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സീ. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് എന്താണ്? എന്താണ് ദൈവത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓക്കെ, ഇതിൽ ഞാൻ പൈലെടുക്കാൻ പോകുന്ന ഇതിൽ നിന്നാണ് രണ്ട് വേർഡ്സ്, രണ്ട് സ്റ്റോൺ ഞാൻ ചൂസ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലാരിറ്റി. ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത സ്റ്റോണിൽ ക്ലാരിറ്റി എന്ന് എഴുതിയിരിക്കാം. എന്താ പറയുക? ഓക്കെ, ഒന്നുകൂടി. അങ്ങനെയാണല്ലോ, പാഷൻ. ഓക്കെ, മതി അല്ലേ? ക്ലാരിറ്റി ഉണ്ട്, പാഷൻ ഉണ്ട്. രണ്ട് പൈലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആദ്യത്തെ പൈലിൻ്റെ ഈ വൈറ്റ് സ്റ്റോണിൽ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടമായ എടുക്കാം, അല്ല ക്ലാരിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ ബ്ലൂ കളർ സ്റ്റോൺ ആണ്. ബ്ലൂവിൽ വൈറ്റ് കുറച്ച് പാച്ചസ് ഉണ്ട്. ഇതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ. ഈ സ്റ്റോൺ ക്രിസ്റ്റൽസിനൊക്കെ എനിക്ക് പേരുകൾ മറന്നു. ഇതൊക്കെ ക്രിസ്റ്റലാണ്. ഓക്കെ, സോഡ ലൈറ്റ് ആണെന്നാണ്. ഓക്കെ, യെസ്, ഇത് സോഡ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്റ്റലാണ്. ഇത് ഡാൽമേഷ്യൻ തന്നെയാണ് ഇതിൻ്റെ പേര്. ആക്ച്വലി നമ്മുടെ ഡോഗിൻ്റെ ഇതുണ്ടല്ലോ, ഡാൽമേഷ്യൻ തന്നെയാണ്. എന്ത് ഡാൽമേഷ്യൻ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇതിൽ പാഷൻ എന്നുള്ള വേർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റോൺ ഇഷ്ടമായ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, പൈൽ 1, പൈൽ 2 ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ പൈൽ 1, പാഷൻ്റെ കാര്യം നോക്കണമെങ്കിൽ പൈൽ 2. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പോൾ പൈൽ 1ലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ വെക്കാം, എന്നാലേ കാണുള്ളൂ. ഓക്കെ, പൈൽ 1. നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റിയാണ് ഭഗവാൻ തരുന്നത് നോക്കാം. ഓക്കെ, 8 ഓഫ് സമ്മർ ആണ്. ഓക്കെ, ഏസ് ഓഫ് സമ്മർ. വാവ്. ഓക്കെ, 6 ഓഫ് ഓട്ടം, പ്രിൻസസ് ഓഫ് സമ്മർ, 6 ഓഫ് സമ്മർ, 6 ഓഫ് സ്പ്രിംഗ്. ഓക്കെ, ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് എന്നുണ്ട് ഇവിടെ. നമുക്കൊരു എക്സ്ട്രാ കാർഡ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, ദൈവം ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ലൈഫ് എക്സ്പീരിയൻസസ്. ഇത് കുക്കു ബേർഡാണ്, നമ്മുടെ കുയിൽ അല്ലേ? കുക്കു എന്ന് പറയുമ്പോൾ കുയിലല്ലേ? ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആർ കമ്മിങ് ഇൻ ടു യുവർ ലൈഫ് ദാറ്റ് വിൽ റിക്വയർ യു ടു ടേക്ക് ആക്ഷൻ. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു മൂവ് ഇൻ ന്യൂ ഡയറക്ഷൻസ് യു നോ ആർ റൈറ്റ് ഫോർ യു. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ ചില എക്സ്പീരിയൻസസ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നുണ്ട്, ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ നടക്കുന്നുണ്ട് ചില സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ വരും എന്ന് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചില ആക്ഷൻ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ആ ആക്ഷൻ എങ്ങനത്തെയാണ്? ആക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഒരു പുതിയ ഡയറക്ഷനിൽ നിങ്ങൾ പോകേണ്ട കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില സിറ്റുവേഷൻ ടോട്ടലി നമ്മൾ വിട്ട് പിറകിൽ ഉപേക്ഷിച്ച് പോകണമെന്നായിരിക്കും. ചിലത് നമ്മൾ എന്താ പറയുക, ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, അതിന് നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോവുക എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന വഴിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, അതിനുവേണ്ടി ചിലത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ബിക്കോസ് നിങ്ങൾ പോകുന്ന റൈറ്റ് ഡയറക്ഷനിലേക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് മാച്ച് ആയിട്ട് ആക്ച്വലി ഇവിടെ നമ്മുടെ ഇത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് സമ്മർ ആണ്, 8 ഓഫ് കപ്സ് ആണ്. ഇതും പറയുന്ന സെയിം തിങ് ആണ്. യു ഫീൽ ദർ ഇസ് മോർ ടു ലൈഫ് ദാൻ യു ആർ ലിവിങ്, സോ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ഓക്കെ, ഇത് നമ്മുടെ 8 ഓഫ് കപ്സ് മൂവിങ് ഓണിൻ്റെ കാർഡാണ്. നമ്മൾ ചിലത് വിട്ടു പോകുന്ന കാർഡാണ് നമ്മൾ പറയാറ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് യു മേ ബി മൂവിങ് ഫ്രം എ സിറ്റുവേഷൻ ദാറ്റ് ഇസ് ഇൻ ഗുഡ് ഫോർ യു, ഓർ പെർഹാപ്സ് യു ആർ ബീങ് ഡ്രോൺ ടു വാട്ട് മേക്സ് യു ഹാപ്പി. രണ്ടും ആവാം. ആക്ച്വലി 8 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലെടുക്കും. ഒന്ന്, ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നു, അതായത് നമുക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ വിട്ടുമാറി പോകുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ചിലത് നമ്മൾ പറയും നമ്മൾ നല്ലതിലേക്ക് നടന്നു പോകുന്നു എന്നും പറയും. രണ്ടും ആവാം. ആക്ച്വലി രണ്ടും കറക്റ്റും ആണ്. ഓക്കെ, നമ്മൾ നല്ലതല്ലാത്ത പിന്നിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് നല്ല കാര്യത്തിലേക്കായിരിക്കും അല്ലേ? സോ ഇവിടെ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മുന്നോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരാം എന്ന് പറയുന്നു.
ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യം, ഓക്കെ, അതിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ആ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിങ്ങൾ വിട്ടുമാറി പോകണം. സ്ഥലം മാറ്റമായിരിക്കാം, ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും സാഹചര്യമായിരിക്കാം, ഓഫീസായിരിക്കാം, ജോലിയായിരിക്കാം, ഓക്കെ, എന്തെങ്കിലും വിട്ടുമാറി നിങ്ങൾ വേറെ ഒന്നിലേക്ക് പുതിയതിലേക്ക് പോകുന്ന പോലെയാണ്. ഏസ് ഓഫ് കപ്സ് നമുക്കൊരു പുതിയ ബിഗിനിങ് ആണ്, തുടക്കമാണ്. ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഇമോഷണൽ എക്സ്പീരിയൻസ് ഫോർ യു. ഇറ്റ് മേ ബി ദ ഫസ്റ്റ് ബ്ലഷ് ഓഫ് റൊമാൻറ്റിക് ലവ്, ദ റീബർത്ത് ഓഫ് എ കറന്റ് റിലേഷൻഷിപ്പ് ഓർ ദ അവേക്കനിങ്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും ആവാം. ഇതൊന്ന് ആക്ച്വലി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏസ് ഓഫ് കപ്സ് നമ്മൾ സെൽഫ് ലവിൻ്റെ കൂടിയാണ്. ഓക്കെ, അവനവനെ സ്നേഹിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അവനവന് പ്രയോറിറ്റി കൊടുക്കുക, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും, ചിലവർക്ക് ജോലി കരിയർ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാവാം, എന്തും ആവാം. ഓക്കെ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ പക്ഷേ ചിലത് പിന്നിൽ ഉപേക്ഷിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, നമ്മളതിൽ ചിലതിനെ നമ്മൾ വിടാതെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നല്ലത് വരാനുള്ളത് നമുക്ക് വരില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ മെസ്സേജ്. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. 6 ഓഫ് കപ്സ് ആണ്, സോറി 6 ഓഫ് കപ്സ് അല്ലേ, ഇത് ഓട്ടം അല്ലേ. ഓക്കെ, 6 ഓഫ് wands ആയിരിക്കാം. യുവർ സക്സസ് ആൻഡ് പ്രോസ്പെരിറ്റി ഹാവ് അലൗഡ് യു ടു പേ ഓഫ് ഡെപ്റ്റ്, അക്വയർ വൈസ് ലോൺ ഓർ റിസീവ് എ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. ഹെവൻസ് ബ്ലെസ്സിംഗ് വിഷ് ദാറ്റ് യു ഷെയർ ദ വെൽത്ത് വിത്ത് അതേഴ്സ്. ഓക്കെ, ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, സോറി 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണിത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമുക്ക് അതായത് നിങ്ങൾക്ക് ചില ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പണം കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ വല്ല ലോണ് പേ ഓഫ് ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്താനുള്ളതായിരിക്കാം. ഓക്കെ, ചിലവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വല്ല ലോണോ സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെ കിട്ടാനുള്ളൊരു അവസരമാണ്. എന്തായാലും അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ബ്ലെസ്സിങ് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദറ്റ് നിങ്ങൾക്ക് വല്ലതും ഇപ്പം നല്ലൊരു ഏർണിംഗ് ആയിട്ട് വരികയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്യുക, കുറച്ച് ദാനം കൂടി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് ലേശം കൊടുക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. ഒരുപാടൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ദാനം കൂടി നമ്മൾ ചെയ്യണം. കാരണം കിട്ടിയ നമ്മൾ ബ്ലെസ്സിങ് ദൈവം നമുക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അല്പം കുറച്ച് പറ്റുന്നത് നമ്മളും ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക്. ഓക്കെ, നമ്മുടെ ത്രൂ മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്ന് വിചാരിച്ചാൽ മതി. അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എടുത്താൽ മതി. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്കൊരു ഈക്വൽ ബാലൻസ് വെക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ വരവും ചെലവും തമ്മിലൊരു ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈവൻ ഇമോഷണൽ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിന് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് പറയാം നമുക്ക്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ റിലേഷൻഷിപ്പ്, കരിയർ അങ്ങനത്തെ കാര്യത്തിനെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചേർത്തിയെടുക്കാം. ഓക്കെ, പ്രിൻസസ് ഓഫ് കപ്സ് ആണിത്. പ്രിൻസസ് ഓഫ് കപ്സും പറയുന്നത് നമ്മളൊരു പുതിയ ഓഫറിൻ്റെ കാര്യമാണ്. ചിലവർക്കൊരു റൊമാൻറ്റിക് ആരെങ്കിലും പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻസ് പറയുന്നതായിരിക്കാം, ചിലവർക്ക് ഒരു ജോലി അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതായിരിക്കാം, ഒരു മെസ്സേജ് വരുന്ന കാര്യമാണ് പറയാം. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ആക്ച്വലി സെൻസിറ്റീവ്, കൈൻഡ്, ഓപ്പൺ ഹാർട്ടഡ്. നിങ്ങൾ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്നത്, ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഓഫറുമായിട്ട് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ജോലി ഓഫറോ റിലേഷൻഷിപ്പിലോ എന്ത് തന്നെയായാലും നിങ്ങളുടെ അടുത്ത് വരുന്ന പേഴ്സൺ വളരെ ഒരു യങ് ഏജും ആയിരിക്കാം, കുറച്ച് യങ് എന്നല്ല, എനർജി അവരുടെ യങ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ മെസ്സേജ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം. ഫ്രണ്ട്ഷിപ്സ് പുതിയത് ബിൽഡ് ചെയ്യാം ഉള്ള അവസരം ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം മുന്നോട്ട് എന്ന രീതിക്ക് എടുക്കാം. യു മേ സഡൻലി റിസീവ് ആൻ ഇമോഷണൽ മെസ്സേജ് ഫ്രം സംവൺ ഓർ ബി ഇൻവൈറ്റഡ് ടു സോഷ്യൽ ഇവൻറ്റ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ മീറ്റിംഗ് അല്ല, സോറി, എന്താ പറയുക, ഫങ്ഷൻസിനൊക്കെ ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യതയാണെന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് ഈവൻ ആക്ച്വലി ജോലിയുടെ ഓഫർ, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് പോലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. നിങ്ങളിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് പോകാമെന്ന് പറയുമ്പോൾ അല്ലേ, നിങ്ങളെ മുന്നോട്ട് ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു പേഴ്സൺ ആണ് എന്നെടുത്തോളൂ. ഓക്കെ, അത് ഏത് കാര്യത്തിലായാലും, കരിയർ, റിലേഷൻഷിപ്പ് എന്തുമായാലും. ഓക്കെ, ആൻഡ് 6 ഓഫ് സ്പ്രിംഗ് ആണ്. 6 ഓഫ് സ്പ്രിംഗ്, യു മേ റിസീവ് എ പ്രൊമോഷൻ, ബി ചൂസ്. അത് നമ്മുടെ വിക്ടറി കാർഡാണ്. 6 ഓഫ് wands ആണ്. 6 ഓഫ് wands നമ്മൾ വിക്ടറി എന്ന രീതിയിൽ പറയും, സക്സസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാം, ജോലിയിൽ പ്രൊമോഷൻ കിട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു സക്സസ് നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് റെക്കഗ്നിഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന രീതി പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ചിലവർക്കും നമ്മൾ മാരേജ് കാർഡ് കൂടി പറയാം. റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു മാരേജ് കാർഡ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നല്ല ഒരു ഫ്യൂച്ചർ എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ വരാൻ പോകുന്നത്.
അതായത് ചിലത് പിന്നിൽ ഉപേക്ഷിച്ച്, മെയിനായിട്ട് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ കാർഡ്സിൽ ഇവിടെ കാണുന്നത് നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ചൊന്ന് മാറേണ്ടതുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ആ മാറ്റം വരുന്നത് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ സക്സസ് കിട്ടും, അതിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചില ലൈഫ് എക്സ്പീരിയൻസസ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ലെസൺസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ലെസൺ പഠിക്കാനുണ്ട് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ആൻഡ് ക്ലാരിറ്റി എന്ന് നമുക്ക് ഇപ്പോൾ വേർഡിനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടായിരിക്കാം. ഓക്കെ, അതായത് എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, എവിടുന്ന് ഇപ്പോൾ ചിലതിന് വിട്ട് മാറണോ, നമ്മൾ വേറെ എന്തെങ്കിലും തുടങ്ങണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മേ ബി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, സോ ഇത് ഐ തിങ്ക് ഇന്നത്തെ എനർജി എന്നല്ല, ഞാൻ മേ ബി ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളായിട്ട് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ ഇതാണ്. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പൈൽ പാഷൻ ആണ്. സെക്കൻഡ് പൈലിൻ്റെ വേർഡ് പാഷൻ എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു അറിയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലി, കരിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫീൽഡ് ഫോളോ ചെയ്യാൻ, പാട്ടോ അങ്ങനത്തെ വല്ല കാര്യങ്ങളോ, അല്ലെങ്കിൽ ജസ്റ്റ് ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, കരിയറിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് വളരെയധികം പാഷൻ ഫീൽ ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കാം. നോക്കട്ടെ, നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ക്വീൻ ഓഫ് ഓട്ടം ആണ്. വെരി ഗുഡ്. ഓക്കെ, Queen of Wands, Seven of Spring, Princess of Winter, Two of Autumn, King of Autumn. Okay, ഒരു തീരുമാനം എടുക്കുന്നതായിട്ട്. ഓക്കെ, ചാരിയറ്റ് മൂവ്മെന്റ്. ഓക്കെ, ഇത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ പറയാൻ. എനിക്ക് ബൈ ഹാർട്ട് ഓണം നിൽക്കില്ല, ഞാൻ എന്തെങ്കിലും ആ കാര്യത്തിൽ ഭയങ്കര പോക്കാം. ഓക്കെ, ചാരിയറ്റ് ആണ് ഇവിടെ. ഓക്കെ, ഇത് ഞാൻ ഇത് ഓവറോൾ എനർജി നിങ്ങളുടെ വന്നിരിക്കുന്ന ഒരു ചാരിയറ്റ് സക്സസ് മൂവ്മെന്റ് എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ലാസ്റ്റ് പറയാം ഇത്. ഇവിടെ കാണുന്നത് ക്വീൻ ഓഫ് ഓട്ടം. ഓക്കെ, ഇത് ഇത് ക്വീൻ ഓഫ് വോൺസ് എനർജി പറയാം നമുക്ക്. ക്വീൻ ഓഫ് വോൺസിൽ ഓക്കെ, ക്വീൻ ഓഫ് വോൺസും ഉണ്ട്, ആക്ച്വലി കിങ് ഓഫ് വോൺസും ഉണ്ട്, രണ്ടും ഉണ്ട്. കപ്പിളാണ്. ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് കാര്യമായിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, പാഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെയും എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് പാഷനുള്ള എന്തെങ്കിലും ഒരു, നിങ്ങൾ ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് പറയും. ക്രിയേറ്റീവ് ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ്, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മൈൻഡിൽ ഐഡിയാസ് വരും. എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതായത് നമ്മുടെ പാട്ട്, ഡാൻസ്, ഞാൻ ഐ തിങ്ക് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. പാട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, വരയ്ക്കൽ, ഡ്രോയിങ്, അങ്ങനെ ആവാം. എനിക്ക് ഈവൻ വേറെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്തെങ്കിലും നിങ്ങളുടെ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്യണം എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഓക്കെ, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. തോട്ട്ഫുൾ, കെയറിങ്, ക്രിയേറ്റീവ് ആൻഡ് ഇൻജീനിയസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ വളരെ അതാണ് പറഞ്ഞത്, നിങ്ങൾ വളരെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്ലാൻ ചെയ്ത് വളരെ ക്രിയേറ്റീവായിട്ട് അപ്രോച്ചോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ വഴികളില്ലെങ്കിൽ പോലും വഴികൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മൈൻഡ് അങ്ങനെ അത്ര ക്രിയേറ്റീവാണ്. എനിക്ക് അതിനെയാണ് ക്രിയേറ്റീവ് എന്ന് പറയാം. അല്ലാതെ വെറും നമ്മൾ വരയ്ക്കലും ആർട്ടും മാത്രമല്ല ക്രിയേറ്റീവ്. നമ്മൾ ഒരു കാര്യത്തിന് ചെയ്യുന്ന അപ്രോച്ച്, അതിനെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അതായത് മറ്റുള്ളവർക്ക് കൂടി ചിന്തിക്കാൻ പറ്റാത്തൊരു വഴി നിങ്ങളുടെ മനസ്സിൽ തെളിയും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ്. നമ്മളിപ്പോൾ ഒരു കഥ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കുക. അതുപോലെ ഓക്കെ, യു വിൽ ബി ഗിവൺ അഡ്വൈസ് ദാറ്റ്സ് ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ്. ഇറ്റ് ഷുഡ് ഫോളോ
it should be followed precisely. Focus upon the positive. Okay, ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ മേ ബി ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇത് നിങ്ങളായിരിക്കാം, നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അഡ്വൈസ് കൊടുക്കുന്നതായിരിക്കാം. ബട്ട് ആ അഡ്വൈസസ് നിങ്ങൾ സ്വയം ഫോളോ ചെയ്യുക എന്നുകൂടിയുണ്ട്. ഓക്കെ, മറ്റുള്ളവരോട് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ കൂടി ചെയ്യണം പ്രാക്ടിക്കലായിട്ട്. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം എന്നുകൂടിയായിരിക്കും. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ പറയുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്സ് എടുക്കുക. ബട്ട് അത് ആരുടെയും അഡ്വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന രീതിക്ക് പറയുന്നുണ്ട്. തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തോ മേ ബി. ഓക്കെ, ഇവിടെ 7 ഓഫ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ 7 ഓഫ് ഓക്കെ 7 ഓഫ് വോൺസ് ആണിത്. അല്ല, 7 ഓഫ് വോൺസ് എനർജി അല്ല. ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനാണ് പറയുന്നത്. ഇതിവിടെ ലൈക്ക് ബി അസർട്ടീവ്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് ലെറ്റ് എനിവൺ എൽസ് ടേക്ക് അവേ യുവർ പേഴ്സണൽ പവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് പെഡിക്കിൾസ് ആയിരിക്കാം. ഓക്കെ, അല്ല 7 പെഡിക്കിൾസ് അല്ലല്ലോ, അത് 7 ഓഫ് സോഡ്സ് ആയിരിക്കാം. ഓക്കെ, 7 ഓഫ് സോഡ്സ് എനർജി ആയിരിക്കാം. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഒരു ഡൗൺ ആയി പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അവരെ മുമ്പിൽ സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ദാറ്റ് എനിക്ക് വേണ്ടത് ഇന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ധൈര്യത്തിൽ പറയാം. ഓക്കെ, ഓക്കെ, അങ്ങനെ പറഞ്ഞ് നിങ്ങളോട് പറയുന്നത് ആരെയും നിങ്ങളെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ ആരും ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അഡ്വാൻറ്റേജ് എടുക്കരുത്. നിങ്ങൾ വളരെ ഒരു എല്ലാവർക്കും വിട്ടുകൊടുക്കുന്ന ഒരു നേച്ചർ ആവരുത്. കുറച്ചുകൂടി സ്ട്രോങ് ആവുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ കൂടി പഠിക്കണം എന്ന രീതിക്കാണ്. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇന്നർ ഗൈഡൻസ്, ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഫോളോ ഇറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആൻഡ് ഇവിടെ പ്രിൻസസ് ഓഫ് വിന്റർ ആണ്. ദിസ് ഇസ് എ ഇന്റലക്ച്വൽ ചാലഞ്ച്. ഓക്കെ, ലോജിക്കൽ ട്രൂത്ത്ഫുൾ. ഓക്കെ, ഇത് നമ്മുടെ പ്രിൻസസ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, പ്രിൻസസ് ഓഫ് സോഡ്സ് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ ആലോചിച്ച് ക്ലാരിറ്റിയോടെ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ വളരെ ആദ്യം കാര്യങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ this is an intellectual challenge that calls upon your ability to think of a matching solution. It helps if helpful information is put to you bluntly, accept the message without being bothered by the messenger. Okay, നിങ്ങളോട് ആരെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കും. ആക്ച്വലി സോഡ്സ് എനർജിയാണ്. സോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈറ്റ് വരുന്ന തരത്തെ പറയാം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണം. നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ട്രൂത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ഓക്കെ, രണ്ട് കാര്യം ഐ തിങ്ക് സിമിലർ ആണ്. നിങ്ങൾ കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങളുടെ ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരിക സ്വയം. ഓക്കെ, അങ്ങനെ പറയാം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട എന്ന് തന്നെയാണ് ഇവിടെ എല്ലാ കാർഡ്സും. ഐ തിങ്ക് ഈ 2 കാർഡും ഇപ്പോൾ അതേ കാര്യമാണ് പറയുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക എന്ന രീതിക്കാണ് പറയാം. ചെറിയ കൺഫ്യൂഷൻ അവിടെ. ഓക്കെ, 2 ഓഫ് ഓട്ടം കൺഫ്യൂഷൻ്റെ കാര്യമാണ്. ഓക്കെ, എന്താണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം, ഡിസിഷൻ എടുക്കൽ. ഓക്കെ, ഇതായിരിക്കാം ഞാൻ പറയാം. ഓക്കെ, ചുരുക്കി പറയാം. ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതിന് നിങ്ങൾക്ക് ഇവിടെ തടസ്സം നിങ്ങൾ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ മുമ്പിൽ ഇതെങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും, മറ്റുള്ളവരെന്നെ പാഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒന്നായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എതിർത്ത് പറയും. അപ്പോൾ എതിർത്ത് പറയുമ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾ പക്ഷെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളതിനെ വേണ്ട ആക്ഷൻ എടുക്കുക എന്ന രീതിക്കാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാം എന്താ പറയുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് നിങ്ങളെ എതിർത്ത് പറഞ്ഞു എന്ന് വിചാരിക്കാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വിട്ട് കളഞ്ഞേക്കുക എന്നൊരു മെസ്സേജ് കൂടി ഉണ്ട്. ആൻഡ് നിങ്ങൾ കാര്യങ്ങൾ
നിങ്ങളായിട്ട് സ്വയം പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ആ ഒരു കൺഫ്യൂഷൻ ഐ തിങ്ക് ഇതാണ്, ദാറ്റ് നിങ്ങൾ എൻ്റെ മൈൻഡിലുള്ളത് ഞാൻ ചെയ്യണോ അതോ മറ്റുള്ളവർ പറയുന്ന കേൾക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. You may be under stress because of multiple jobs or too many responsibilities for one person to manage. It is important to balance your work and personal life and bring a spirit of fun. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എനിക്ക് കണ്ട പ്രകാരം മേ ബി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ചെയ്യണോ അതോ മറ്റുള്ളവർ പറയുന്നത് ചെയ്യണോ എന്ന രീതിക്കായിരിക്കും. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഏത് ഞാൻ ചെയ്യണം, അതായത് എൻ്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്യണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ല, മറ്റുള്ളവർ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ നോർമൽ ചെയ്യുന്ന ജോലികൾ അങ്ങനെ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണോ, രണ്ട് കാര്യത്തിൻ്റെ ഒരു ഡിസിഷൻ എടുക്കൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ബേർഡൻ ഉണ്ടാവാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇത് 7 of Cups ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. ഓക്കെ, 7 of Cups ആയിരിക്കാം ഇത്. ഓക്കെ, 7 of Cups ആയിരിക്കും. നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻവോൾവ് ആണ് പല കാര്യങ്ങളിലും. അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തീരുമാനിച്ച് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുത്ത് ബാക്കി വേണ്ടാത്തതിനൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റി വിട്ടേക്കാം. ഓക്കെ, വേണ്ടത് എന്താണോ അതിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പക്ഷേ ഒരു കൺഫ്യൂഷൻ മൈൻഡിലുണ്ടാവും, അത് നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, ആൻഡ് കിങ് ഓഫ് ഓട്ടം ഉണ്ട്. ഇത് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഐ തിങ്ക് അതിനെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ ഒരു പാർട്ട്ണറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കമ്പാഷനേറ്റ്, അക്കംപ്ലിഷ്ഡ്, കരിസ്മാറ്റിക് ആൻഡ് ഗ്രൗണ്ടഡ്. ഓക്കെ, ഇവിടെ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ടേൺ ഔട്ട് ഗ്രേറ്റ്. Projects will be stunningly successful. Exciting new career opportunities are possible and money or resources that come your way will be invested wisely. Okay, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടി പറയാം, അതായത് നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് ചെയ്യാനായാലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാനായാലും അല്ല എന്തെങ്കിലും മണി ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനായാലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ ഓക്കെ അതിലൊരു ഗ്രോത്ത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പാഷൻ അതായത് പാഷനേറ്റ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലിയിലും ഒക്കെ നിങ്ങൾക്ക് സക്സസ്, മണി ഇൻവെസ്റ്റ്മെൻറ്റ്, ആക്ച്വലി മണി വൈസ് നിങ്ങൾക്ക് അബൻഡൻസ് വരും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാം കൊണ്ടും ഇവിടെ ഒരു പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ ആലോചിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അതിലും നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ. ഓക്കെ, ബട്ട് യെസ് അതിനുവേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചില സ്റ്റാൻഡ് എടുക്കണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങളൊന്ന് സ്റ്റാൻഡ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഓക്കെ, മറ്റുള്ളവർ പറയുന്ന അധികം കേൾക്കാൻ നിൽക്കേണ്ട, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരിക, നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മൈൻഡ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ആ രീതിക്കാണ്. അതിൻ്റെ ഇവിടെ ചാരിറ്റി കാണുന്നുണ്ട്. സോ മൂവ്മെൻറ്റ് പറയാം നമുക്ക്. യു ക്യാൻ സക്സസ്ഫുള്ളി ബാലൻസ് വേരിയസ് energies, okay, once through determination and focus. Okay, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. യു ഹാവ് ഏൺ ദ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ യു ആർ റിസീവിങ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരും, റെക്കഗ്നീഷൻ വരും, റിവാർഡ്സ് വരും എന്നൊക്കെയാണ്. ആൻഡ് ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യം കൂടിയാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് യാത്ര എന്ന രീതിയിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് മേ ബി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് മേ ബി ട്രാവലിംഗ്, ജോലിയുടെ കാര്യത്തിന് ട്രാവലിംഗ് ആവശ്യം വന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് വല്ല ട്രാവൽ വന്നേക്കാം. ഓക്കെ, പക്ഷെ കാര്യങ്ങളുടെ ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡിറ്റർമിനേഷൻ ആൻഡ് ഫോക്കസ്, അതാണ് ഈ കാർഡ്. ഓക്കെ, പ്രിൻസസ് ഓഫ് സോഡ്സ് എനർജി, നമ്മൾ ക്ലിയർ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നല്ലതിലേക്കായിരിക്കും അത് ലീഡ് ചെയ്യുക. ഓക്കെ, ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഐ തിങ്ക് പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തി ആയിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമെന്നും പറയാം. ഓക്കെ, സോ ലേശം കൺഫ്യൂസിങ് ആയിരുന്നു ഇവിടെ. ഞാൻ ആ കണക്ഷൻ ആലോചിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിച്ച അവിടെയാണ്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.